റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. السلام عليكم ورحمة الله. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ധന്യമാക്കിക്കൊണ്ട് ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് അലി. അലി എവിടുന്നാണ്? പുറങ്ങിൽ നിന്നാണ്. എന്ത് ചെയ്യുന്നു? വർക്ക്. ഞാനൊരു ഷോപ്പ് നടത്താണ്. ഷോപ്പ് എന്ത് ഷോപ്പാണ്? സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ് പുറങ്ങിൽ തന്നെയാണോ? പുറങ്ങിൽ തന്നെയാണോ? അതെ 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 അതെ. എന്തൊക്കെയാ റമദാൻ വിശേഷമൊക്കെ? റാഹത്ത് തന്നെയല്ലേ? ഒക്കെ റാഹത്തായിട്ട് പോണ. അൽഹംദുലില്ലാ. എന്നാ ചോദ്യത്തിലേക്ക് കടക്കാം. കടക്കാം. 3 ചോദ്യങ്ങൾ ഉണ്ടാകും. 3നും ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉണ്ടാകും. ചോദിക്കട്ടെ? ചോദിച്ചോളൂ. മകന് ഫാത്തിഹ പഠിപ്പിച്ചപ്പോൾ വ്യക്തമായില്ല. മകന് ഫാത്തിഹ പഠിപ്പിച്ചപ്പോഴേ അതിന് പാരിതോഷികമായിട്ട് 1000 ദിർഹം നൽകിയ ഒരു മുജിത്തഹിദായ പണ്ഡിതനുണ്ടായിരുന്നു. മകന് ഫാത്തിഹ പഠിപ്പിച്ച ഗുരുനാഥന് 1000 ദിർഹം നൽകിയ ഒരു മുജിത്തഹിദായ പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതന്റെ പേരെന്താണെന്നാണ് ചോദ്യം. പേര്. ഓപ്ഷൻ വേണോ? ഓപ്ഷൻസ് പറയ്. 1 ഇമാം അബു ഹനീഫ്, 2 ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? മൂന്നാമത്തെ ഓപ്ഷൻ. അഹ്മദ് ബിൻ ഹംബലാണോ? ഉറപ്പിക്കാം. മുജിത്തഹിദായ പണ്ഡിതൻ മകന് ഫാത്തിഹ പഠിപ്പിച്ചു, 1000 ദിർഹം കൊടുത്തു. ഉറപ്പിക്കാം അല്ലേ? നിങ്ങൾ പറഞ്ഞ ഉത്തരം അഹ്മദ് ബിൻ ഹംബൽ എന്നാണ്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഇമാം അബു ഹനീഫാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് ഫായിസ്. എവിടുന്നാണ്? പൊന്നാനി. ഫായിസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കിന്റെ വർക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ ടെലികിസ് കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട് അല്ലേ? നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം.
ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ 3നും ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ്. ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവിന്റെ പേരെന്താണ്? എങ്ങനെ കേട്ടില്ല, ഒന്നുകൂടി പറയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി, അവരുടെ മാതാവിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ വേണോ? ഓപ്ഷൻസ് ഇല്ല. വേണോ? കിട്ടിയാ കിടക്കില്ല. കുഴപ്പമില്ല അല്ലേ, എന്നാ തരാട്ടോ. ഒന്ന്, ഓപ്ഷൻ മാരിയത്തുൽ കിബ്തിയ, ഹഫ്സ, ജുവൈരിയ. ഓപ്ഷൻ മൂന്നാമത്തേതാ പറഞ്ഞേ? ജുവൈരിയ. രണ്ടാമത്തെ ഓപ്ഷൻ ഹഫ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവിന്റെ പേര് ഹഫ്സ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ഉറപ്പിക്കാമല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ആദ്യത്തെ എന്താ പറഞ്ഞ? ആദ്യത്തെ ഓപ്ഷൻസ് മാരിയത്തുൽ കിബ്തിയ. ഒന്നാമത്തെ ഓപ്ഷൻ. ഒന്നാമത്തെ ഉറപ്പിക്കാം അല്ലേ? അപ്പൊ ഉറപ്പിക്കല്ലേ? ഒന്നാമത്തതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാരിയത്തുൽ കിബ്തിയ എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ആ ഉത്തരം ശരിയാണ്. ശരിയാവുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ? രണ്ടാമത്തെ ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം, നുബുവത്തിന്റെ എത്രാം വർഷമാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്? നുബുവത്തിന്റെ ചോദ്യം ഒന്നും പറയാം, ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. നുബുവത്തിന്റെ എത്രാം വർഷമാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്? ഓപ്ഷൻ വേണോ? തിരക്കേടില്ല അല്ലേ? ഹിജ്റ 5, 6, 7. 5, 6, 7 ഇതിലേതാണ് ശരിയായ ഉത്തരം? 6 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അപ്പൊ 2 ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ? നിങ്ങൾ പാട്ടൊക്കെ പാടാറുണ്ടോ? എന്നാ പിന്നെ 2 വരി പാടിയിട്ട് അങ്ങോട്ട് ചോദിച്ചാവുന്നു, ഉഷാറാകും തോന്നുന്നുണ്ട്. 2 വരി പാടിയാലോ? അത് ശരിയാ, ഇരുത്തം അങ്ങനെയാണ് അല്ലേ? എന്നായിക്കോട്ടെ, ചോദിക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് എത്ര മക്കളുണ്ടായിരുന്നു? യാക്കൂബ് നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 10, 11, 12. 10, 11, 12. 10 എന്ന ഉത്തരം ഉറപ്പിക്കാം അല്ലേ? എന്നാ 10 ഉറപ്പിക്കാം. എന്നാ നിങ്ങൾ പറഞ്ഞ ഉത്തരം 10 എന്നാണ്. ആ 10 എന്ന ഉത്തരം ശരിയാകോ? ശരിയാവണം എന്നാണ് അഭിപ്രായം അല്ലേ? ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 12 ആണ്. 12 ആണ് ശരിയായ ഉത്തരം. 12 ഒരു സംശയം ഉണ്ടായിരുന്നു അല്ലേ?
12 മനസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 12 ശരിയായ ഉത്തരം കേട്ടോ. സാരല്ല, വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇൻഷാ അല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ആരാ വിളിക്കുന്നത്? വിളിക്കുന്നത് ശരി. ആരാണ്? ശരി. ഷെരീഫ്. ആ, എവിടുന്നാണ്? മാണൂര്. മാണൂര്. എന്ത് ചെയ്യുന്നു? ഹലോ, എന്ത് ചെയ്യുന്നു? ഞാനിവിടെ വർക്ക് ചെയ്യുന്നു, കടയിലൊക്കെ വർക്ക് ചെയ്യുന്നു. കടയിലൊക്കെ വർക്ക് ചെയ്യാണ് അല്ലേ? മാണൂർ എവിടെയാണ്? മാണൂര് പള്ളിയുടെ അടുത്തന്നെ. പള്ളിയുടെ അടുത്ത് തന്നെയാണ് അല്ലേ? ചോദ്യത്തിലേക്ക് കടക്കാം. ആ, ഇൻഷാ അല്ലാ, നോക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ 3നും ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. ആ, ഇൻഷാ അല്ലാ. ചോദിക്കട്ടെ? ആ, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ആ, ഒന്നാമത്തെ ചോദ്യം, അഫ്ഗാനിസ്ഥാന്റെ പഴയ തലസ്ഥാനം എവിടെയാണ്? ചോദ്യം മനസ്സിലായോ? മൂന്നാ. ഓപ്ഷൻ വേണോ? ആ, ഓപ്ഷൻ വേണം. 1 റിഫ്ന. കേട്ടില്ല, ഒന്നുകൂടി പറയോ? റിഫ്ന. ആ, 2 ഗസ്ന. രചന. 3 മിസ്ന. രണ്ടാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് ഗസ്ന എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഉമ്മുൽ ഖൈർ സൽമയാണ് അവരുടെ മാതാവ്. ഉമ്മുൽ ഖൈർ സൽമ. സൽമയാണ് അവരുടെ മാതാവ്. ആരുടെ മാതാവ്? ഓപ്ഷൻ തരാം. 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതിൽ ആരുടെ മാതാവാണ് സൽമ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആണോ? ഉറപ്പിക്കാം? സംശയമുണ്ടോ? ഉറപ്പിക്കാം അല്ലേ? നിങ്ങൾ പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ് സൽമ എന്നാണ്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? അലി. അലി എവിടുന്നാണ്? പനമ്പാടുന്നാ വിളിക്കുന്നത്. ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖന്തക്ക് നടന്ന വർഷം ഏതാണ്? ഖന്തക്ക് യുദ്ധം ഉണ്ടല്ലോ, ഖന്തക്ക് യുദ്ധം. ഖന്തക്ക് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഹിജറ 4, ഹിജറ 5, ഹിജറ 6. ഹിജറ 6. ഹിജറ 6 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഹിജറ 5 ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ
ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടാൻ ജഗനിയന്താവ് തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.